കഴിഞ്ഞ വർഷം മാർച്ച് 6-നാണ് കലാഭവൻ മണി മരിച്ചത്. ശരീരത്തിൽ മെഥനോളിന്റെ സാന്നിധ്യം കണ്ടെത്തിയതിനെ തുടർന്ന് പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു. ഫോറൻസിക് പരിശോധനയിൽ ശരീരത്തിൽ മെഥനോളിന്റെയും ക്ലോർപൈറിഫോസ് എന്ന രാസവസ്തുവിന്റെയും സാന്നിധ്യം സ്ഥിരീകരിച്ചത് ദുരൂഹത വർദ്ധിപ്പിച്ചു. എന്നാൽ മരണകാരണം വ്യക്തമാകാതെ പോലീസ് കേസ് അവസാനിപ്പിക്കാനിരിക്കുകയാണ്. ഫോറൻസിക് പരിശോധന സംബന്ധിച്ച പരാതിയുണ്ടെന്നും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അന്വേഷിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് സഹോദരൻ RLV രാമകൃഷ്ണനും കുടുംബാംഗങ്ങളും അനിശ്ചിതകാല സമരം ആരംഭിച്ചത്. സർക്കാർ ഇടപെടും വരെ സമരം തുടരാനാണ് തീരുമാനം. എന്തുകൊണ്ട് നാഷണൽ ലാബിലേക്ക് അയച്ച വസ്തുക്കൾ സീൽ ചെയ്യാതെ അയച്ചു? ആരുടെ നിർബന്ധത്തിന് വഴങ്ങി നാഷണൽ ലാബുകാർ അത് എടുത്തു? അതൊക്കെ ചോദ്യം ചെയ്യപ്പെടേണ്ട വിഷയങ്ങളാണ്. ചാലക്കുടിയിലെ MLA അല്ലെങ്കിൽ MP തുടങ്ങിയിട്ടുള്ള ആളുകൾ ഇവിടെ വന്ന് ഞങ്ങളുടെ ആവശ്യങ്ങൾ ചോദിച്ചറിയുകയും അതിന് അനുകൂലമായിട്ടുള്ള നിലപാടുകൾ എടുക്കാനുള്ള സാഹചര്യം ഉണ്ടാവാതെ ഈ സമരത്തിൽ നിന്ന് ഞങ്ങൾ പിന്മാറിയില്ല. മണിയുടെ സഹോദരിമാരും നിരാഹാര സമരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ചരമവാർഷിക ദിനമായ ഇന്ന് മണിയുടെ വീട്ടിലെ സ്മൃതി കുടീരത്തിൽ ഭാര്യ നിമ്മിയും മകൾ ശ്രീലക്ഷ്മിയും പുഷ്പാർച്ചന നടത്തി. വിവിധയിടങ്ങളിൽ നിന്നായി നൂറുകണക്കിന് ആളുകളാണ് വീട്ടിലെത്തി പുഷ്പാർച്ചന നടത്തിയത്. മീഡിയ 1 തൃശൂർ.